നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസ് നടത്തിയ വെളിപ്പെടുത്തലുകളാണിപ്പോൾ മലയാള സിനിമയിലെ പ്രധാന ചർച്ചാ വിഷയം. വിൻസിയെ പ്രശംസിച്ചും ഷൈനെതിരെ രൂക്ഷ വിമർശനമായും നിരവധി പേരാണ് ഓരോ ദിവസവും രംഗത്തെത്തുന്നത്. ഈ അവസരത്തിൽ സംവിധായകൻ വിനയൻ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. അന്തരിച്ച നടൻ തിലകൻ ഏർപ്പെടുത്തിയ വിലക്കിനെ ഓർമ്മപ്പെടുത്തിയാണ് വിനയൻ്റെ പോസ്റ്റ്. വിനയൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2010 മുതൽ മഹാനടൻ തിലകനെ സിനിമയിൽ നിന്ന് വിലക്കി മാറ്റി നിർത്തിയത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിനല്ല, കൂടെ അഭിനയിക്കുന്ന നടിയോട് മോശമായി പെരുമാറിയതിനുമല്ല, ചില സിനിമാ സംഘടനകൾ മാഫിയകളെപ്പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞതിനാണ് ആ മനുഷ്യനെ നമ്മുടെ സിനിമാ സംഘടനകൾ ആത്മരോഷത്തോടെയും ആവേശത്തോടെയും ശിക്ഷിച്ചത്. നാട് മുടിഞ്ഞു പോകാനും മലയാള സിനിമയെ നശിപ്പിക്കുന്നതുമായ ക്രിമിനൽ പ്രവൃത്തിയാണല്ലോ തിലകൻ ചേട്ടൻ അന്ന് ചെയ്തത്, അല്ലേ? ആ വിലക്കിൻ്റെ വേദനയോടെ തന്നെ ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങിയ ആ കലാകാരൻ്റെ ആത്മാവ് ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥയെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ടാകണം എന്നും വിനയൻ പറയുന്നു. ഒരുത്തൻ മയക്കുമരുന്നടിച്ച് സിനിമാ സെറ്റിൽ വെച്ച് തന്നെ അപമാനിച്ചു, വെളുത്ത പൊടി വായിന്ന് തുപ്പുന്നത് കണ്ടു എന്നൊക്കെ പരസ്യമായി പറയാനും അയാളുടെ പേരും സിനിമാ സെറ്റിൻ്റെ പേരും വരെ എഴുതി സംഘടനകൾക്കൊക്കെ പരാതി കൊടുക്കാനും ധൈര്യം കാണിച്ച ഒരു യുവനടി ഇന്ന് ആ പരാതി പിൻവലിക്കാൻ കാണിക്കുന്ന പെടാപ്പാടും മലയാള സിനിമ നമ്പർ 1 ആണെന്ന് തന്നെ കാണിക്കുന്നതാണ്. മലയാള സിനിമയെ രക്ഷിക്കാനായി കൊട്ടിഘോഷിച്ചു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശക്തമായ മൊഴി കൊടുത്തവരെന്ന് വാഴ്ത്തപ്പെടുന്നവരെ മുഴുവനും സ്വാധീനിക്കാനോ വിലക്കെടുക്കാനോ സാധിച്ചതും അതുവഴി അന്വേഷണത്തെയും കോടതിയെയും ഒക്കെ മരവിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞതും ഒക്കെ ഒരു മഹാനടനം തന്നെ അല്ലേ? പ്രേക്ഷകർക്കത് നോക്കി നിൽക്കാനേ കഴിയൂ. സർക്കാരാണെങ്കിൽ ഇതിഹാസങ്ങൾക്ക് മുന്നിൽ കണ്ണഞ്ചി നിൽക്കുന്നു. പക്ഷേ സത്യത്തെ സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയാലും അത് പുറത്തു വരും എന്ന ക്ലീഷേ വാക്കുണ്ടല്ലോ, അതിവിടെ യാഥാർത്ഥ്യമാകും എന്നത് ഉറപ്പാണ്. അന്ന് പല മുഖങ്ങളും മുഖംമൂടികളും പിച്ചു ചീന്തപ്പെടും എന്നും വിനയൻ കൂട്ടിച്ചേർക്കുന്നു.